Hi from me. We are in Bekel Fort, which is built in 1615 AD by Shivap Nayak, and it is one of the largest fort in Kerala, spread over 40 acres. And let's explore this. ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടാവാം ഇവിടെ ഉറങ്ങിക്കിടക്കുന്നത്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ. നമ്മളുടെ സ്വന്തം നാട്ടിലായിരിക്കാം, നാറ്റീവായിരിക്കാം, നമ്മൾ പലപ്പോഴും ഇവിടെ വന്നിട്ട് പോലും ഉണ്ടാവില്ല. എന്നാൽ ഇതിനെപ്പറ്റി ഒരു ചരിത്രം നമ്മൾ നോക്കിയാലോ? സപ്തഭാഷാ സംഗമഭൂമിയായ നാട് കാസർഗോഡ്, അതായത് കേരളത്തിലെ നോർത്തേൺ മലബാർ റീജിയനിൽ സ്ഥിതി ചെയ്യുന്ന കാസർഗോഡിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ബേക്കൽ ഫോർട്ട് എന്ന് പറയുന്നത്. ഇവിടുത്തെ ചരിത്രം പറയുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാവിലെ 8 മണി മുതൽ 6 മണി വരെയും ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് 25 രൂപയുമാണ്. ബേക്കൽ കോട്ടയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ബേക്കൽ കോട്ട ഒരു ഭരണ കേന്ദ്രമായിരുന്നില്ല. കൊട്ടാരങ്ങളോ മാളികകളോ ഉൾപ്പെട്ടിരുന്നില്ല. ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു നിരീക്ഷണ ഗോപുരവും കാൽഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു കോട്ടയാണ് ബേക്കൽ ഫോർട്ട് എന്ന് പറയുന്നത്. കോട്ടയുടെ സിഗ്സാഗ് കവാടവും ചുറ്റുമുള്ള കിടങ്ങുകളും അതിൻ്റെ പ്രതിരോധ തന്ത്രം വെളിപ്പെടുത്തുന്നു. നാവിക ആക്രമണത്തിൽ നിന്ന് കോട്ടയെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിനാണ് പുറം ഭാഗത്തുള്ള ദ്വാരങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏറ്റവും ദൂരെയുള്ള ലക്ഷ്യങ്ങൾ ലക്ഷ്യമിടാൻ ഉദ്ദേശിച്ചാണ് മുകളിലെ ദ്വാരങ്ങൾ. ശത്രുവിനെ ആക്രമിക്കാൻ താഴെയുള്ള ദ്വാരങ്ങൾ, കോട്ടയ്ക്കടുത്തുള്ള ശത്രുവിനെ ആക്രമിക്കാൻ ഏറ്റവും താഴ്ന്ന ദ്വാരങ്ങൾ. ഇങ്ങനെയാണ് കോട്ടയുടെ രൂപകൽപ്പന. വൈകുന്നേരത്തെ സൂര്യാസ്തമയവും അതുപോലെ തന്നെ ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു സ്ഥലവും വന്ന് കണ്ടു പഠിച്ചപ്പോൾ ഒരുപാടുണ്ടറിയാം ബേക്കൽ ഫോർട്ടിനെ പറ്റി. Guys, we came here after 4:30 and right now the time is 6 o'clock and it's going to close right now. So we can't shoot all the way from all the part of here. But we will do again. Once again, we will come back here and we will see you soon.